തെരുവുനായയുടെ ആക്രമണം ദിനംപ്രതി കൂടി വരുമ്പോൾ സർക്കാരും തദ്ദേശ വകുപ്പുകളും എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാവുകയാണ്. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പുകൾ എടുത്തിട്ടും പലതും ഫലിക്കുന്നില്ല എന്നതും ആളുകൾക്ക് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഒരു മാസം മുൻപ് പേവിഷബാധയുള്ള നായയുടെ ആക്രമണം നേരിട്ട് ചികിത്സയിലായിരുന്ന കുട്ടനാട് ചെമ്പക്കുളം സ്വദേശി ടിറ്റോ ജോസഫിനുണ്ടായത് വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. തന്റെ കടയിൽ കയറി ആക്രമണം നടത്തിയ തെരുവുനായയെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിനിടയിലാണ് ടിറ്റോ ജോസഫിന് കടിയേറ്റത്. നായയ്ക്ക് പേവിഷബാധ ഉണ്ടായതിനെ തുടർന്ന് വാക്സിൻ എടുക്കുകയും ചെയ്തു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല എന്നാണ് ടിറ്റോ ജോസഫ് പറയുന്നത്. നമ്മുടെ സ്റ്റാഫിനെ കടിക്കാൻ വന്ന തെരുവുനായ ഞാൻ പിടിക്കുകയും അതുപോലെ തന്നെ അതിനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അതിന് പേഗ് ഉണ്ടാകുകയൊക്കെ ചെയ്യായിരുന്നു. ആ പേ സ്ഥിരീകരിക്കുകയും അവസാനം അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാക്സിനൊക്കെ എടുത്തു. പക്ഷേ എന്നിട്ടും അതിൻ്റെ പിന്നിൽ ആ സമയത്തുണ്ടായ കുറച്ച് ഇമ്മീഡിയറ്റായിട്ട് കുറച്ച് ആക്ഷൻ അവരെടുത്തെന്നല്ലാതെ അതിന് സ്ഥിരമായി ഒരു നിയമം ആവശ്യമാണ് നമുക്ക്. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നമ്മൾ ഒത്തിരി പേര് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതാണ്. ഇവിടെ സ്കൂളിലൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ 3-4 സ്കൂൾ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ കാണാം, ഈ സൈക്കിളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ പുറകെ തെരുവുനായ ഓടുന്നതാണ്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരായിരിക്കും അതിനെ ഓടിക്കുന്നത്. അപ്പോൾ അവർ തിരിച്ച് ഇതിനെ കടിക്കാൻ വരും, അല്ല മീൻസ് ഇത് അവരെ കടിക്കാൻ പോകും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാനോ ജനങ്ങൾക്ക് മാർക്കറ്റുകളിലേക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയാണ്. രോഗം ബാധിച്ച നിരവധി തെരുവുനായ്ക്കൾ അലഞ്ഞു തിരിയുകയാണ്. ഇവയെ നിയന്ത്രിക്കുന്നതിനോ കൂട്ടിൽ അടയ്ക്കുന്നതിനോ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്ന വലിയ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഏത് സ്കൂളിന്റെ ഭാഗത്ത് നിറച്ച് തെരുവുനായ്ക്കളാണ്. വൈകുന്നേരം അങ്ങാടിയിലേക്ക് സാധനം മീൻസ് മാർക്കറ്റിലേക്ക് സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഈ പിള്ളേരുടെ കാലിന്റെ സൈഡിൽ കൂടെയും അതുപോലെ ഇവരുടെ എല്ലാ ഇടയിൽ കൂടെ ഇങ്ങനെ തെരുവുനായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല. ആ രീതി മീൻസ് ഒരു മൃഗത്തിനെ കുറിച്ച് അതായിട്ട് പറയുന്നതല്ല. അവർ ഒന്നിൽ സർക്കാരിനെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചുവിടാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഇല്ലാതാക്കണം, ഇതുപോലുള്ള അസുഖമുള്ളതെങ്കിലും. കാരണം ഈ ശരീരം മൊത്തം ചൊറിയും പാടും ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച പാടുകളും ഉള്ള ചീഞ്ഞു നാറിയ രീതിയിലുള്ള തെരുവുനായ്ക്കളാണ് ഈ തെരുവിൽ നടക്കുന്നത്. പെറ്റുപെരുകുന്ന തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ഇനി ആരോടാണ് പരാതി പറയേണ്ടത് എന്ന ചോദ്യമാണ് ടിറ്റോയ്ക്കുള്ളത്. ജോലിസ്ഥലത്ത് കയറി വന്ന തെരുവുനായ കടിച്ചതിനെ തുടർന്ന് അനുഭവിച്ചത് നിരവധി യാതനകളാണ്. ഇപ്പോൾ ഏത് സ്കൂളിന്റെ ഭാഗത്ത് നിറച്ച് തെരുവുനായ്ക്കളാണ്. വൈകുന്നേരം അങ്ങാടിയിലേക്ക് സാധനം മീൻസ് മാർക്കറ്റിലേക്ക് സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഈ പിള്ളേരുടെ കാലിന്റെ സൈഡിൽ കൂടെയും അതുപോലെ ഇവരുടെ എല്ലാ ഇടയിൽ കൂടെ ഇങ്ങനെ തെരുവുനായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല. ആ രീതി മീൻസ് ഒരു മൃഗത്തിനെ കുറിച്ച് അതായിട്ട് പറയുന്നതല്ല. അവർ ഒന്നിൽ സർക്കാരിനെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചുവിടാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഇല്ലാതാക്കണം, ഇതുപോലുള്ള അസുഖമുള്ളതെങ്കിലും. കാരണം ഈ ശരീരം മൊത്തം ചൊറിയും പാടും ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച പാടുകളും ഉള്ള ചീഞ്ഞു നാറിയ രീതിയിലുള്ള തെരുവുനായ്ക്കളാണ് ഈ തെരുവിൽ നടക്കുന്നത്. ഇതേ കുട്ടനാട്ടിൽ തന്നെയാണ് ഒരു വർഷം മുൻപ് പക്ഷിപ്പനിയുടെ പേരിൽ പ്രദേശത്തെ കോഴി, താറാവ്, അലങ്കാര പക്ഷികൾ തുടങ്ങിയ മുഴുവൻ വളർത്തുപക്ഷികളെയും പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി സർക്കാർ കൊന്നുകളഞ്ഞതും അതിലൂടെ കർഷകരെ വഴിയാധാരമാക്കിയതും. അതിലും ഗൗരവമുള്ള വിഷയമായിട്ടും അന്ന് കാണിച്ച ശുഷ്കാന്തി തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടം കാണിക്കുന്നില്ല എന്നും ടിറ്റോ പറയുന്നു. തെരുവുനായകളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും ഇതിന് ജനങ്ങളെ സംരക്ഷിക്കാൻ തെരുവുനായ്ക്കളെ ഒഴിവാക്കണം. അതിനുവേണ്ടി സർക്കാർ എത്രയും വേഗം ഒരു തീരുമാനമെടുക്കുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. ഷെക്കൈന ന്യൂസ്, ആലപ്പുഴ.